സ്കൂൾ ജീവിതത്തിലെ മധുരവും കുസൃതി നിറഞ്ഞതുമായ ഓർമ്മകൾ TCVയോട് പങ്കുവച്ച് മന്ത്രി OJ ജനേഷ് സ്കൂളിൽ പലപ്പോഴും വൈകി എത്തിയതിനും അതിന്റെ പേരിൽ അധ്യാപകരിൽ നിന്ന് അടികിട്ടിയതടക്കമുള്ള അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. പ്രവേശനോത്സവം വളരെ മനോഹരമായാണ് സംഘടിപ്പിക്കപ്പെട്ടത്. ഇവിടെ മാളയിൽ എൻ്റെ നിയോജകമണ്ഡലത്തിലെ തന്നെ ഒരു സ്കൂളിലാണെന്ന് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തത്. ജില്ലയിലെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ രീതിയിൽ തന്നെ സംഘടിപ്പിക്കപ്പെട്ടു. ഇന്ന് വന്ന കുട്ടികൾ ആദ്യമായി അഡ്മിഷൻ എടുത്ത് വന്ന കുട്ടികൾ നിൽക്കുന്ന പോലെയാണ്. ഏതാണ്ട് ഒന്നൊന്നര ആഴ്ച മുമ്പ് നിയമസഭയിലേക്ക് പോകുന്ന സമയത്ത് ഞാനും നിന്നത്. ഒരു പ്രവേശനോത്സവം പോലെയായിരുന്നു. ഞങ്ങൾ 71ഓളം MLA ആദ്യമായിട്ട് ജയിച്ചു വരുന്ന MLA കേരളത്തിൻ്റെ നിയമസഭയിൽ. അപ്പോൾ ഞങ്ങളൊരു ചെറിയ പ്രവേശനോത്സവം കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഭാഗമായ ഒരു അധികാര നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്കൂളിൽ പോയിരുന്ന കാലഘട്ടത്തിലെ ഓർമ്മകൾ തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ ഇവിടെ നിന്നപ്പോൾ ഉണ്ടായിരുന്നോ? ഓടിയെത്തിയോ മനസ്സിലേക്ക്? ഇന്നത്തെ സാഹചര്യങ്ങളല്ലല്ലോ, അന്ന് സൗകര്യങ്ങൾ വളരെ കുറവുള്ള സമയമാണ്. ഇന്നത്തേതുപോലെ വാഹനങ്ങളിൽ പോകാനുള്ള സൗകര്യം എല്ലാവരും നടന്നാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ നടന്ന് തന്നെ പിന്നെ സ്കൂളിലേക്ക് പോയിരുന്നതാണ്. സമയത്തിന് എത്താതിരിക്കുക, ഇൻ്റർവെൽ സമയം പിന്നെ അസംബ്ലി കൂടുന്ന സമയത്ത് വൈകി എത്തി ഏറ്റവും പുറകിൽ നിൽക്കുക. ആ സമയം കൊണ്ടുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ആത്മസംഘർഷങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ. കാരണം ഞാനിങ്ങനെ വൈകി എത്തുന്നതിൻ്റെ ഒരു പരാതി പലയിടത്തും പറയാറുണ്ട്. അപ്പോൾ സ്കൂളിൽ അസംബ്ലി തുടങ്ങുന്ന സമയത്ത് ബെല്ലടിക്ക് കേൾക്കുന്ന സമയത്ത് നടന്നു പോകുന്നിടത്ത് നിന്ന് ആ സമയത്തിന് പിടിക്കാൻ വേണ്ടിയിട്ടൊരു ഓട്ടമുണ്ട്. അത് എത്തുന്നതിന് മുമ്പ് ദേശീയഗാനം ആരംഭിക്കും. ദേശീയഗാനം ആരംഭിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റഡിയായിട്ട് അവിടെ നിൽക്കും. ആ നിൽക്കുന്ന സമയത്താണ് ഈ ഓട്ടത്തിൻ്റെ വെട്ടി വേർത്ത് ഇങ്ങനെ ഒലിക്കുന്നത്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. അത്രയും ടെൻഷൻ പിന്നെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അസംബ്ലിക്ക് വൈകി എത്തുമ്പോൾ ടീച്ചർമാരെ മുമ്പിൽ പോകുന്നതിൻ്റെ ഒരു ടെൻഷൻ പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. സ്കൂൾ ഓർമ്മകളാണ് എല്ലാവർക്കും ഏറ്റവും മനോഹരമായ കാലം സ്കൂൾ ഓർമ്മകൾ തന്നെയായിരിക്കും. അത് ഇന്നത്തെ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും എല്ലാവർക്കും ആ പ്രായത്തിൻ്റെ ഓർമ്മകൾ വളരെ മനോഹരമാണ്. ആ പ്രായത്തിൽ കിട്ടുന്ന പാഠങ്ങളും വളരെ മനോഹരമാണ്. അത് പുതിയ തലമുറയ്ക്ക് കൂടി സാധിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്.